ഷെർവിൻ്റെ ഈ യാത്ര എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ പ്ലാൻ ചെയ്തത് നിന്റെ ഡ്രീം ആയിരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ഡ്രീമാണ് കാശ്മീർ എന്നുള്ളത്. സോ ഫൈനലി അതിപ്പോൾ നടന്നിരിക്കുകയാണ്. സോ ഗുഡ് എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി നമ്മൾ വോയേജർ ഗ്രാമിൻ്റെ കീഴിലാണ് നമ്മൾ പാക്കേജിൻ്റെ ആയിട്ട് വന്നത്. അടിപൊളിയാണ്. അൽഹംദുലില്ലാ ഒരു ബുദ്ധിമുട്ടും പ്രശ്നവും ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല കോർഡിനേഷനും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം കാണിച്ചു തരുന്നുണ്ട്, എല്ലാം ഇവിടെ കൂട്ടി പോകുന്നുണ്ട്. അടിപൊളിയാണ്. ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും എല്ലാം അടിപൊളിയായിട്ട് എടുത്തു തരുന്നുണ്ട്. സോ ഐ എം സോ ഹാപ്പി. ഞാൻ ഈ ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചാൽ, നമ്മൾ കേരളത്തിൽ നിന്ന് നേരെ ജമ്മു താവിയിൽ വന്നിട്ട് അവിടെ ഒരു ബൈക്ക് എടുത്തിട്ട് കാശ്മീർ കറങ്ങാന്നുള്ള രീതിയിലായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. മനസ്സിലതായിരുന്നു. പിന്നെ വിചാരിച്ച് ഫാമിലി അല്ലേ, പിന്നെ നമ്മൾ റിസ്ക് എടുക്കണ്ട, നമുക്കൊരു കൺവീനിയൻസ് ആയത് ഒരു സേഫായിട്ടുള്ള രീതിയിൽ ട്രാവൽ ചെയ്യാം. അങ്ങനെയാണ് ഷെഫീഖിനായിട്ട് ബന്ധപ്പെടുന്നത്. ഷെഫീഖിൻ്റെ ഞാൻ വീഡിയോസൊക്കെ കാണുമ്പോൾ അപ്പോൾ ഓൾമോസ്റ്റ് ഫാമിലിയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും എല്ലാവരും നല്ല റിവ്യൂസാണ്, കാര്യങ്ങളും നമ്മൾ കോമന്റ് സെക്ഷനൊക്കെ വായിച്ചു നോക്കുമ്പോൾ അതിൽ നല്ല ഇതാണ്. അപ്പോൾ അങ്ങനെയാണ് ഷെഫീഖിനെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ചാർജും കാര്യങ്ങളും അതിലെ ഇൻക്ലൂഷനും എക്സ്ക്ലൂഷനും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മൂപ്പർ പറഞ്ഞു തന്ന് എനി ടൈം വാട്സപ്പിൽ അവൈലബിൾ ആണ്. ഷെഫീഖ് അല്ലെങ്കിൽ അവർ സ്റ്റാഫായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് യാത്രക്കുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു പാക്കേജൊക്കെ പോകുമ്പോൾ അവിചാരിതമായ ആൾക്കാരാണ്, നമുക്ക് ആരും പരിചയം ഉണ്ടാവില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം യാത്രയിലാണ് പുതിയ പുതിയ ആൾക്കാരെ കാണുക, പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുക, എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കാണുമ്പോൾ യാത്രയിൽ കാണുന്ന നമ്മളൊന്നിച്ചുണ്ടായ ഒരു 20ഓളം പേരുകൾ പുതിയ ആൾക്കാരാണ്. ശരിക്കും ആരും പരിചയമില്ലല്ലേ, നമ്മൾ ആരും പരിചയം ഉണ്ടായില്ല. ഈവൻ നമ്മുടെ ട്രെയിനിൽ പോലും നമ്മൾ സെപ്പറേറ്റ് ഒരു ബോഗി കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് വന്ന് എല്ലാവരായിട്ട് ഇപ്പൊ പരിചയപ്പെട്ട് അടിപൊളി, നമ്മൾ ശരിക്കും ഒരു നമ്മളെ ഫാമിലി ട്രിപ്പ് വന്ന പോലെ ആ ഒരു ഫീലിംഗ് ഉണ്ട്. എല്ലാവരായിട്ട് സെറ്റാണ്. നമുക്ക് ഫാമിലി ട്രിപ്പ് തന്നെ നമ്മുടെ കൂടെയുള്ള പ്രായം ചെന്ന ആള്, അതിൽ തൊട്ടതായ അങ്ങനെ എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ നമ്മൾ ഒന്നിച്ചുണ്ട്. അപ്പൊ അതൊരു നമുക്കൊരു കംഫർട്ട് സ്റ്റേജാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അടിപൊളിയാണ്. കാശ്മീരിൽ വന്ന് ഞാൻ സെക്കൻഡ് ടൈമാണ് കാശ്മീരിൽ വരുന്നത്. എല്ലാവരും മസ്റ്റ് ആയിട്ട് മാക്സിമം വരാൻ നോക്കുക. കാശ്മീർ അത്രക്ക് അടിപൊളി പ്ലേസ് ആണ്. എനിവേ അടിപൊളിയാണ്. മാക്സിമം വോയേജർ ഗ്രാമിനെ തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം പാക്കേജ് ആയിട്ട്. സോ ഇറ്റ്സ് ഗുഡ്.